ആഴ്ച നമ്മൾക്ക് എലവഞ്ചേരിയിൽ നിന്നുമാണ് എഴുത്ത് വന്നിരിക്കുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരന് വേണ്ടിയിട്ടാണ് എഴുത്ത് അയച്ചിരിക്കുന്നത്. പേര് പറഞ്ഞിട്ടില്ല. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള ആശങ്കയാണ് ഇതെഴുതാനുള്ള പ്രേരണ. വലിയ ദാന സ്വഭാവമുള്ളതായി നടിക്കുന്ന അവൻ പേരിനു വേണ്ടി ദാനം ചെയ്യുന്ന സ്വഭാവമാണ് ഉള്ളത്. ദാനം ചെയ്യുന്നതോ വളരെ മോശം സാധനങ്ങളോ മറ്റോ ആയിരിക്കും. ഇത് ചോദ്യം ചെയ്താലും വകവെക്കുന്നില്ല. ഇങ്ങനെയുള്ള ദാനം ദോഷം ചെയ്യുമെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഇത് ശരിയല്ലേ? ദാനത്തിൻ്റെ മഹത്വം ഇങ്ങനെയാണോ എന്നുള്ളതെല്ലാമാണ് എഴുതി ചോദിച്ചിരിക്കുന്നത്. ദാനത്തിനെ കുറിച്ച് വിശദമായി അറിയണം എന്നുള്ളതാണ് എലവഞ്ചേരിയിൽ നിന്നും എഴുതി ചോദിച്ചിരിക്കുന്നത്. ദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാം മനസ്സിൽ ഓടിയെത്തുന്ന ഒരു രൂപമാണ് കർണൻ്റേത്. ദാനത്തിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പര്യായമായി തന്നെ കർണനെ സൂചിപ്പിക്കാം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സൂര്യപുത്രനായ കർണൻ ജന്മനാ തന്നെ കവച കുണ്ടലത്തോടുകൂടി ജനിച്ച ഒരു വ്യക്തിയാണ്. ആ കവച കുണ്ടലങ്ങൾ നഷ്ടപ്പെട്ടാൽ തൻ്റെ ആയുസ്സിന്, ജീവന് തന്നെ ഹാനി നേരിടും എന്നുള്ളതായിരിക്കുന്ന ഉറപ്പ് ഉണ്ടായിട്ട് കൂടി ദേവേന്ദ്രൻ വന്ന് ചോദിച്ച സമയത്തിൽ, അർജുന പിതാവായ ദേവേന്ദ്രൻ യാചിച്ച സമയത്തിൽ ഒരു നിമിഷം പോലും വൈകാതെ ദാനം കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത്. അത്രത്തോളം വലിയ ദാനിയായാണ് കർണനെ മഹാഭാരതം പുകഴ്ത്തുന്നത്. മഹാഭാരതത്തിൽ തന്നെയുള്ളതായിരിക്കുന്ന ഒരു കഥ, കർണൻ കുളിക്കാൻ നിൽക്കുന്നതായിരിക്കുന്ന ഒരു സമയത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അടുത്തു പോയിരുന്നു അത്രേ. കൃഷ്ണ ഭഗവാൻ നോക്കുന്ന സമയത്തിൽ കർണൻ തൻ്റെ ഇടത് കൈയിൽ നല്ല മനോഹരമായിരിക്കുന്ന സ്വർണ്ണപാത്രം, രത്നങ്ങളെല്ലാം ചുറ്റും പതിച്ച് വജ്രവും മറ്റുമെല്ലാം, വജ്രം, മാണിക്യം മുതലായ പലവിധ രത്നങ്ങൾ നല്ല ഭംഗിയായ രീതിയിൽ അലങ്കരിച്ചിട്ടുള്ളതായിരിക്കുന്ന ഒരു പാത്രത്തിൽ എണ്ണ എടുത്ത് പിടിച്ച് അതിൽ നിന്ന് ആ എണ്ണ എടുത്ത് ശരീരത്തിൽ തേച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിലാണ് അത്രേ കൃഷ്ണ ഭഗവാൻ അങ്ങോട്ടേക്ക് ഏരിച്ചിരുന്നത്. ശ്രീകൃഷ്ണൻ ഒറ്റ നോട്ടം നോക്കിയപ്പോൾ തന്നെ ആ പാത്രം വളരെയധികം ഇഷ്ടപ്പെട്ടത്രേ. അദ്ദേഹം കർണനോട് ചോദിച്ചു, ഭഗവാൻ, ആ പാത്രം എനിക്ക് കിട്ടിയാൽ നന്നായിരുന്നു, എനിക്കത് തരുമോ എന്ന് ചോദിച്ചു അത്രേ. പെട്ടെന്ന് തന്നെ കർണൻ ഇതാ പിടിച്ചോളൂ എന്ന് പറഞ്ഞു കൊടുത്തത്രേ. പക്ഷേ കൃഷ്ണ ഭഗവാന്റെ മുഖം ഇരുളുകയാണ് ചെയ്തത്. അദ്ദേഹം അതൃപ്തിയോടുകൂടിയിട്ട് മുഖം ഒന്ന് ചുളിച്ചത്രേ. കർണൻ അത് മനസ്സിലാക്കി. കാരണം ദാനം കൊടുക്കുന്നത് എപ്പോഴും വലതു കൈ കൊണ്ടാകണം, ചിരിച്ച മുഖത്തോടുകൂടിയും സന്തോഷമുള്ള മുഖത്തോടുകൂടിയും ആയിരിക്കണം എന്നാണ് അത്രേ പറയാം. അപ്പം ഇത് വിധിപ്രകാരമില്ലാത്ത ദാനമാണ്, ഇടത് കൈ കൊണ്ടാണ് കൊടുക്കുന്നത്. ഈ ഇടത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇഷ്ടമില്ലാത്ത രീതിയിലുള്ളതായിരിക്കുന്ന രീതിയിലാണ് അത്രേ ദാനം കൊടുക്കുക എന്നുള്ളതാണ് പറയുക. അപ്പോൾ കർണൻ ഇത് മനസ്സിലാക്കിയിട്ട് കൃഷ്ണ ഭഗവാനോട് പറയുന്നുണ്ട്, ഭഗവാൻ, എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു പാത്രമാണ് ഇത്. രത്നത്താൽ എല്ലാം ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ച വളരെയധികം വിലപിടിപ്പുണ്ട്. അതുമാത്രമല്ല വളരെയധികം ഇഷ്ടമുള്ള പാത്രമാണ്, നിത്യവും ഞാൻ യൂസ് ചെയ്യുന്ന പാത്രമാണ്. ഇതെനിക്ക് അങ്ങേക്ക് തരണമെന്നുണ്ട്. പക്ഷേ ഈ ഇടത് കയ്യിലുള്ള ഈ പാത്രം വലത് കൈയിലേക്ക് മാറ്റുന്ന സമയത്തിൽ എപ്പോഴെങ്കിലുള്ള ഒരു നിമിഷം എൻ്റെ മനസ്സ് ഒന്ന് ചഞ്ചലപ്പെട്ടു പോയാൽ ഇത് അങ്ങേക്ക് തരരുത് എന്നുള്ളൊരു ചിന്ത വന്നാലോ എന്നുള്ള ഭയം കൊണ്ടാണ് അങ്ങ് ചോദിച്ച ആ നിമിഷത്തിൽ തന്നെ ഒരു നിമിഷം പോലും വൈകാതെ ഞാനത് തരുവാൻ കാരണം എന്നുള്ളതാണ് പറഞ്ഞത്. ഈ മറുപടിയിൽ ഭഗവാൻ തൃപ്തനായി എന്നുള്ളതാണ് പറയുന്നത്. ഈ കർണൻ്റെ അത്ര ഒരു ദാനശീലം നമ്മളിൽ ആർക്കും തന്നെ ഉണ്ടാകില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത്രയധികം ദാനിയായ കർണന് പോലും താൻ ദാനിയാണ് എന്നുള്ളതായിരിക്കുന്ന ഒരു അഹംഭാവം ഇല്ലാത്രയും. ഹിന്ദു പുരാണത്തിൽ മാത്രമല്ല എല്ലാ മതത്തിലും, ക്രൈസ്തവ സഭയിലാണെങ്കിലും ശരി, മുസൽമാന്റെ ഗ്രന്ഥങ്ങളിലാണെങ്കിലും ശരി, എല്ലാത്തിലും പറയുന്ന ഒരു കാര്യമാണ് ദാനധർമ്മങ്ങൾ ചെയ്യണം എന്നുള്ളത്. തീർച്ചയായും സക്കാത്തിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? മുസ്ലിം സഹോദരങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരു കാര്യമാണ്. അവനവന്റെ ശക്തിക്കനുസരിച്ച് എല്ലാവരും ദാനം ചെയ്യേണ്ടതായുണ്ട് അത്രേ. ദാനം എന്നുള്ളത് ഔദാര്യമായിട്ടല്ല ചെയ്യേണ്ടത്. ഇത് എൻ്റെ കടമയാണ് എന്ന് കരുതി വേണം ദാനം ചെയ്യാൻ. ആർക്കെങ്കിലും എന്തെങ്കിലും നൽകുകയാണെങ്കിൽ അത് വളരെയധികം ബഹുമാനത്തോടു കൂടിയും ആയിരിക്കണം. ശ്രദ്ധാപൂർവമല്ലാതെ യാതൊന്നും നൽകാൻ പാടില്ലത്രേ. എന്തുകൊണ്ടെന്നാൽ അശ്രദ്ധയോടുകൂടി നൽകപ്പെടുന്ന ദാനാദി കർമ്മങ്ങൾ അസത്തായി പരിഗണിക്കപ്പെടുന്നു. വളരെയധികം വിനയത്തോടും കൂടി വേണം ദാനം ചെയ്യാൻ. അതായത് എല്ലാ സമ്പത്തുകളും ഭഗവാന്റേതാകുന്നു, ഞാനതിനെ എൻ്റേത് എന്ന് കരുതുന്നുവെങ്കിൽ അത് അത്യധികം അപരാധമാകുന്നു. ഇതിനെ എല്ലാ ജീവികളുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭഗവാന്റെ സേവനത്തിനായി ചിലവഴിക്കേണ്ടത് എൻ്റെ കർത്തവ്യമാകുന്നു. ഞാൻ എന്തുമാത്രം കൊടുത്താലും അത് അല്പം മാത്രമേ ആകുന്നുള്ളൂ. ഇങ്ങനെയൊക്കെ ചിന്തിച്ചു വേണം, വളരെ എളിമയോടുകൂടി വേണം ദാനം നൽകേണ്ടത്. താൻ വലിയ ദാനിയാണ് എന്നുള്ളതായിരിക്കുന്ന അഹങ്കാരം നെഞ്ചിൽ മനസ്സിൽ വളരുവാൻ അനുവദിക്കുകയേ ചെയ്യരുത്. എല്ലായിടത്തും എല്ലാത്തിലും എല്ലാ ജീവികളിലും ഭഗവാൻ സ്ഥിതി ചെയ്യുന്നു.
നിങ്ങൾ ദാനം കൊടുക്കുന്ന വ്യക്തിയിലും അതിനാൽ തന്നെ ഭഗവത് ചൈതന്യം പൂർണ്ണമാണ്. അതിനാൽ ദാനം സ്വീകരിക്കുന്നത് തന്നെ അദ്ദേഹത്തിന്റെ കൃപയൊന്നുകൊണ്ട് മാത്രമാണ് എന്ന് കരുതി ഭഗവാനോട് ഭയാന്വിതനായി വേണം ദാനം കൊടുക്കുവാൻ. ഞങ്ങൾ ചിലർക്കെല്ലാം വളരെയധികം ഉപകാരം ചെയ്യുന്നു എന്നുള്ള ഭാവത്തോടുകൂടി അവിനയമായി യാതൊരു ദാനവും ചെയ്യരുത്. ഏതൊന്നാണോ നാം ദാനരൂപത്തിൽ നൽകുന്നത് അത് സ്വീകരിക്കുന്നയാളിനെ ആ സാധനം ഉപകാരപ്രദമുള്ളതാണ് എന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിലേ ദാനം ചെയ്യാവൂ. അല്ലാതെ നമുക്ക് വേണ്ടാത്തതും മോശമായ സാധനങ്ങളൊന്നും തന്നെ ദാനമായി കൊടുക്കുവാൻ പാടില്ല. അത് നചികേതസിന്റെ പിതാവ് ദാനം ചെയ്ത പോലെയാകും. നിഷ്കാമഭാവത്തോടുകൂടി സ്വന്തം കർത്തവ്യം എന്ന് കരുതി വേണം ദാനം ചെയ്യാൻ. ഇപ്രകാരം നൽകപ്പെടുന്ന ദാനം ഭഗവത് പ്രീതിക്കായി മംഗളത്തിന്റെ സാധനയായി തീരുവാൻ ഇടയാക്കുന്നു. അതുതന്നെ അക്ഷയ ഫലത്തെയും പ്രദാനം ചെയ്യുന്നു. ഓർക്കുക, ദാനധർമ്മങ്ങൾ ആപത്തുകളെ തടയും.